അല്ല, ഇന്ന് കേരളത്തിലെ ഏതാണ്ട് 5 ജില്ലയിലെ വോട്ടർമാർ, 7 ജില്ലയിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നൊരു സന്ദർഭമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയും BJPക്കെതിരെയും വോട്ട് ചെയ്യാനായി വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. UDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചതും ഉത്തരം പറഞ്ഞതും. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ 2 അഭിപ്രായമില്ല. കാരണം ഒറ്റ അഭിപ്രായമുള്ളൂ. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലും KPCCയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫും UDFന്റെ ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ ശ്രീ VD സതീശനും അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അതിജീവിതയോടൊപ്പമാണ്. എല്ലാ വിഷയത്തിലും എല്ലാ കാര്യത്തിലും ഞങ്ങൾ അതിജീവിതയോടൊപ്പമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ വിഷയത്തിൽ അന്തിമമായ ഒരു വിധി വന്നിട്ടില്ല. നമുക്കറിയാമല്ലോ, 6 പേരാണ്ട് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് ശിക്ഷാവിധി രേഖപ്പെടുത്താനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ മുകളിലോട്ട് കോടതികളുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് ഈ 6 പേരെക്കുറിച്ച് കോടതി പറഞ്ഞതിൽ നിന്ന് ഈ 6 പേർക്കും അതിജീവിതയുമായി യാതൊരു വൈരാഗ്യമോ അല്ലെങ്കിൽ മുൻപ് വല്ല വിരോധമോ ഉണ്ടെന്നൊന്നും ആർക്കും കാണാൻ പറ്റില്ല. അപ്പോൾ ഒരു കോൺസ്പിറസി ഉണ്ടെന്നുള്ളത് അണ്ടർസ്റ്റുഡാണ്. ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നു എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ ഈ കേസിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നതായിട്ടാണ് പലർക്കും തോന്നിയിട്ടുള്ളത്. എന്തായാലും കേരളത്തിലെ പൊതുജന സമൂഹം അതിജീവിതമാരോടൊപ്പമാണ്. കോൺഗ്രസ് അതിൽ നിന്ന് വിഭിന്നമായ വ്യത്യസ്തമായൊരു സമീപനം സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഈ സ്ഥാനമാനങ്ങൾ ഇരിക്കുന്നവർ ഒരിക്കലും വ്യക്തിപരമായ അഭിപ്രായം രേഖപ്പെടുത്താൻ പാടില്ല. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ ഇരിക്കുന്നവർക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സ്വന്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ അവർക്ക് അത് ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടവരോട് രേഖപ്പെടുത്താം. അതേസമയം ഉത്തരവാദിത്തപ്പെട്ട ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു അഭിപ്രായം പറയുമ്പോൾ സ്വാഭാവികമായി ജനങ്ങൾ അത് തെറ്റിദ്ധരിക്കപ്പെടും. ഇത് മുന്നണിയുടെ അഭിപ്രായമാണോ പാർട്ടിയുടെ അഭിപ്രായമാണോ? ഇത് മുന്നണിയുടെ അഭിപ്രായമല്ല, പാർട്ടിയുടെ അഭിപ്രായമല്ല. പാർട്ടിക്കും മുന്നണിക്കും ഒരൊറ്റ അഭിപ്രായമാണുള്ളത്, ഞങ്ങൾ അതിജീവിതയോടൊപ്പമാണ്. അതിനപ്പുറം ആരെന്ത് പറഞ്ഞാലും അത് വ്യക്തിപരമായ അഭിപ്രായമാണ്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ വ്യക്തിപരമായ അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ അവരിയ്ക്കുന്ന ആ പദവിക്ക് പോലും ക്ഷീണമാണ് എന്നവർ ഇനിയെങ്കിലും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അല്ല, ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു വ്യക്തിപരമായ അഭിപ്രായമാണ്. അപ്പോൾ അദ്ദേഹം ഇരിക്കുന്നത് ഒരു പദവിയിലാണ്. ആ പദവിയിൽ ഇരുന്നു കൊണ്ട് വ്യക്തിപരമായ അഭിപ്രായം ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്തത്. കാര്യം അദ്ദേഹം അത് തിരുത്തി പറയുമെന്നാണ് എൻ്റെ വിശ്വാസം. തിരുത്തി പറയണം. ഇല്ലെങ്കിൽ പാർട്ടിക്കും മുന്നണിക്കും അപമതിപ്പുണ്ടാകും. ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും. കാരണം ജനങ്ങൾക്കൊരിക്കലും തെറ്റിദ്ധാരണ കൊടുക്കാൻ പാടില്ല. കാരണം അവർ ഒരു യുദ്ധത്തിൽ നിൽക്കുകയാണ്. ഇടതുപക്ഷ മുന്നണിക്കെതിരെ, BJPക്കെതിരെ. ഇന്ന് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. 11-ാം തീയതി മലബാർ ജില്ലകളിലേക്ക് വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നു. ആ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്ന അവസരത്തിൽ ഇത്തരം അപക്വമായ പ്രസ്താവനകൾ ഒരിക്കലും ഒരു നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. പാർട്ടിയുടെ പ്രഖ്യാപിതമായ നിലപാടിനെതിരാണ് ശ്രീ അടൂർ പ്രകാശ് പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. UDFന്റെ കൺവീനർ എന്ന് പറയുന്ന അത്യുന്നതമായ ഒരു പദവിയാണ്. ആ അത്യുന്നതമായ പദവിയിൽ ഇരുന്നു കൊണ്ട് ഇത്തരം ഒരു പ്രസ്താവന ഒരിക്കലും അദ്ദേഹം നടത്താൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ അതിശക്തമായി പറയുക. അതൊന്നും ഒരിക്കലും ബാധിക്കത്തില്ലല്ലോ. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല ദുർവ്യാഖ്യാനങ്ങൾ വരും. അതൊന്നും മുന്നണിയെ ബാധിക്കില്ല. ജനങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞു. നിങ്ങൾ തിരുവനന്തപുരത്തെ പോളിംഗ് കണ്ടില്ലേ? പോളിംഗ് വളരെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങൾ മുൻകൂട്ടി എടുത്തിരിക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണ് ഈ പോളിംഗ് ശതമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് UDFന് അനുകൂലമാണ്. അതിപ്പോൾ ഞാൻ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. 13-ാം തീയതി കഴിയുമ്പോൾ വോട്ടെണ്ണുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇന്ന് എന്താ സംഭവിച്ചതെന്നുള്ളത്.